ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കൊട്ടേഷൻ അതുപോലെ തന്നെ കുറേ ടാഗ്സും കാര്യങ്ങളൊക്കെ എലമെൻറ്റ്സ് ഒക്കെ പഠിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു ലൈൻ ഓഫ് കോഡ് ഇങ്ങനെ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ സ്ട്രോങ് എന്ന് പറയുന്ന എന്ത് ചെയ്തിട്ട് ഒരു ടാഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇതിനെ കമൻറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ നമുക്ക് ഈ ഒരു കോഡ് റൺ ചെയ്യണ്ട, ബട്ട് നമുക്ക് ലേറ്റർ നമുക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ലൈൻ ഓഫ് കോഡ് ആവശ്യം വരും. ഓക്കെ, ഒരു സെറ്റ് ഓഫ് കോഡൊക്കെ നമുക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് എങ്ങനെയാണ് അതിനെ കമൻറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കമൻറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കണം. ഇതിപ്പോൾ ഹെഡിങ് ആണ്, അതുപോലെ തന്നെ ഇത് ഫൂട്ടറാണ് എന്നൊക്കെ ജസ്റ്റ് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതുപോലെ കമൻറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, കൺട്രോൾ അതുപോലെ തന്നെ സ്ലാഷ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ കമൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ച് അതുപോലെ തന്നെ കൺട്രോൾ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യുക, അൺകമൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത് ഇൻലൈനിലും ഏതുപോലെ നമുക്ക് ലൈനിനകത്തൊക്കെ നമുക്ക് ഇതുപോലെ കമൻറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കളേഴ്സ്. നമ്മൾ CSSൻ്റെ കുറച്ച് കളേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. അതുപോലെ തന്നെ CSSൻ്റെ സ്റ്റൈൽസൊക്കെ നമ്മൾ CSSൻ്റെ തന്നെ സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ട് അതിനകത്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വരുന്നതാണ് ഇത്, ഇപ്പോൾ RGB എന്ന് പറയുന്ന കളേഴ്സ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ജസ്റ്റ് റെഡ്, ഗ്രീന്, ബ്ലൂ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, വാല്യൂസ് ഒക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് രീതിയിലുള്ള കളേഴ്സ് കിട്ടും. നെക്സ്റ്റ് വരുന്നത് ഏതാണ്, ഹെക്സ് എന്ന് പറയുന്നത്. ഹെക്സിൽ വരുന്നത് ഹാഷ്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഏതൊക്കെയാണ് ഒരു കുറച്ച് നമ്പേഴ്സ് അതുപോലെ തന്നെ ലെറ്റേഴ്സ് അങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പം FF6347 അങ്ങനെയൊക്കെ പല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് കളേഴ്സ് കിട്ടും. ഓക്കെ, ആ ഒരു രീതിയിൽ വരുന്നതാണ് ഹെക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് CSSൽ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം പിന്നീട്. നെക്സ്റ്റ് വരുന്നത് HSL ഉണ്ട്. അതുപോലെ തന്നെ വേറെയും പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കളേഴ്സ് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, HSL, RGBA, അതുപോലെ തന്നെ HSLA എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് കളേഴ്സ്. അതുപോലെ തന്നെ ഈ ഒരു HTML-നകത്ത് എത്രയാണ് 140 സ്റ്റാൻഡേർഡ് കളേഴ്സൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഇത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി CSS നമുക്ക് എങ്ങനെയാണ് ഇപ്പം ഇതിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഈ ഒരു HTML നമുക്ക് 3 ഡിഫറെൻറ്റ് വേസിൽ എന്ത് ചെയ്യാൻ പറ്റും, CSS സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇത് ഇൻലൈൻ സ്റ്റൈൽ. ഓക്കെ, CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, അപ്പോൾ അത് സ്റ്റൈല് നമ്മൾ പല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിസ്പ്ലേ എങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സ്പേസിങ്, ഫോണ്ട് സൈസ്, ടെക്സ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതിന് കളേഴ്സും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് CSS. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻലൈൻ സ്റ്റൈൽ നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ഈ ഒരു H1-നകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ത്, ബാക്ക്ഗ്രൗണ്ട് കളറ്, അതുപോലെ തന്നെ കളറ്, ഫോൺ ഫാമിലി, ഫോൺ സൈസ്, ടെക്സ്റ്റ് അലൈന്, ഇതൊക്കെ നമ്മൾ കൊടുത്തതിന് പറയുന്നതാണ് എന്ത്, ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ലൈനിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നത്, സ്റ്റൈൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് രണ്ടാമത് വരുന്ന രീതിയാണ് ഇത് ഇൻറ്റേർണൽ. ഓക്കെ, ഇൻലൈൻ അല്ല, ഇൻറ്റേർണൽ. ഇൻലൈനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്ന ഇൻറ്റേർണൽ, അതായത് ഈ ഒരു HTML ഫയലിനകത്ത് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ അതെവിടെയാണ് നമ്മൾ കൊടുക്കുക, ഈ ഒരു ഹെഡ് ആണോ, ഈ ഒരു ഹെഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുക നമുക്ക്. ഇപ്പോൾ നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്തു, അതിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് ഇപ്പോൾ ഈ ഒരു ബോഡിക്ക് നമ്മളിവിടെ ഇൻലൈൻ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഈ ഒരു പൗഡർ ബ്ലൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കട്ട് ചെയ്ത്, ഓക്കെ, അത് ഒഴിവാക്കാം നമുക്ക്. ഇനി ഇവിടെ പകരം നമുക്ക് ഇവിടെ വേറൊരു കളറ് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, അല്ലെങ്കിൽ പൗഡർ ബ്ലൂ ജസ്റ്റ് എന്ത് ചെയ്യും, റിമൂവ് ആയിട്ടുണ്ടോ നോക്കാം. നമുക്ക് ഓൾറെഡി റിമൂവ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ആ ഒരു കളർ പോയിട്ടുണ്ട്. ഇനി ആ ഒരു കളറിനെ തിരിച്ചെങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക, ഇപ്പോൾ നമ്മൾ ബോഡിക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ബോഡി എന്ന് തന്നെ കൊടുക്കാം. ബോഡി എന്ന് കൊടുത്തു ഞാൻ, എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത്. ഓക്കെ, ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുക്കാൻ. ഓക്കെ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്നിട്ടുണ്ട് പല കളേഴ്സ് ഓപ്പൺ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടുന്ന് അക്വ എന്നുള്ള കളേഴ്സ് ഓപ്പൺ എന്ത് ചെയ്ത് സെലക്ട് ചെയ്ത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്ത്, ഇപ്പോൾ ബോഡിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റേർണൽ ആയിട്ടാണ് ഇവിടെ ഇപ്പം കളർ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, മൂന്നാമത് വരുന്ന രീതി ഏതാണ്, ഇൻറ്റേർണൽ കഴിഞ്ഞാൽ എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ എന്ന് പറയുന്ന ടൈമിൽ പുറത്തുനിന്നുള്ള ഒരു ഫയലുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലിങ്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു ലിങ്ക് ചെയ്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇങ്ങനെയല്ല ഇമേജസ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, സ്ട്രക്ചർ ഇങ്ങനെയല്ല വരുന്ന HTML നമ്മൾ എന്ത് ചെയ്യാം,
പല ഫോൾഡേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ ഇമേജസ് വേറെയാണ് കൊടുക്കുക, അതുപോലെ തന്നെ സ്റ്റൈൽസ് വേറെ ഒരു ഫോൾഡറിൽ അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം ഇപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് എന്ത് കൊടുക്കുകയാണ്, ഓക്കെ styles.css എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഹാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട് ലോഗോ. അതുപോലെ തന്നെ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ എന്ത് ചെയ്യും, ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബോഡി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കൊടുക്കാം. ഇപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്ത പോലെ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് കളറ്, അതുപോലെ തന്നെ പല രീതിയിൽ എന്താണ് നമ്മുടെ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ആയിരുന്നു നമ്മൾ കളേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കളറ് ഇവിടുന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇൻലൈൻ സ്റ്റൈലല്ലേ ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ കമൻറ്റ് ചെയ്യാൻ പഠിച്ചില്ലേ, ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളറ് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൊടുക്കാം, അവിടെ നമ്മുടെ സ്റ്റൈൽസിനകത്ത് ഇപ്പോൾ നമ്മൾ ഇവിടെ വാല്യൂ കൊടുക്കാത്ത കാരണമാണ് ഈ ഒരു ഫയൽ എന്ത് ചെയ്യുന്നത്, റെഡ് കളറിൽ 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അതിന് പകരം ഇവിടെ നമ്മുടെ കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, പൗഡർ ബ്ലൂ ഞാൻ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യാണ്, വീണ്ടും സെലക്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വന്നിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു സ്റ്റൈൽ.css എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിങ്ക് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് index.html നമ്മൾ എന്ത് ചെയ്യുക, എവിടെയാണ് ഈ ഒരു ലിങ്ക് എന്ന് പറയുന്ന ടാഗ് എവിടെയാണ് യൂസ് ചെയ്യുക നമ്മൾ. ഓക്കെ, നമുക്ക് ഈ ഒരു ഹെഡിനകത്ത് ലിങ്ക് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്ത് ഇവിടെ href അതുപോലെ തന്നെ rel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ റിലേഷൻഷിപ്പാണ്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ആ ഒരു ഫയൽ നെയിം കൊടുക്കാം, styles.css എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ പേജ് ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു പൗഡർ ബ്ലൂ എന്ന് പറയുന്ന കളർ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ കളേഴ്സ് ജസ്റ്റ് സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഡിഫറെൻറ്റ് രീതിയിലുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ബ്രൗണോ ബ്ലൂ ഒക്കെ. ഓക്കെ, ബ്ലൂ വയലറ്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, കളേഴ്സ് എന്ത് ചെയ്യുക, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളേഴ്സ് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന എല്ലാ സ്റ്റൈൽസും നമുക്ക് എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ലിങ്ക് കൊടുക്കുന്ന രീതി. ലിങ്കിൽ അവിടെ നമ്മൾ കൊടുത്തത് എന്താണെന്ന് മനസ്സിലായോ. ഇപ്പോൾ ഈ ഒരു ലിങ്കിനകത്ത് ഇവിടെ ഹെഡിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്ത്, ഈ ഒരു സ്റ്റൈൽ ഷീറ്റാണ്. ഇതും styles.css ഇതും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്. ഓക്കെ, hrefലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുന്നത് ഹൈപ്പർ ടെക്സ്റ്റ്, ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ ഒരു ഇതുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോർമലി നമ്മൾ ഈ ടാഗിനകത്തൊക്കെ ഇത് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു സ്റ്റൈൽസിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക്സ് ആണ് വരുന്നത്, നെക്സ്റ്റ് വരുന്നത് ഹൈപ്പർ ലിങ്കൊക്കെ, ടാഗ് അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നോക്കിയ കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിലായിട്ട് പഠിക്കാം. കാരണം ലെങ്തി ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.